ഇല്ല ബജ്ജി എത്ര വീതി ഉണ്ട് ഇപ്പോ? ആ നമ്മളെ തറവാടിന്റെ കുറ്റിയതാ. അവിടെ എവിടെ കാട്ടില്? ആ പറിച്ചോനെ പൂച്ചക്ക് തൊട്ടിണ്ടാക്കി കൊടുത്തിട്ട്. ഇതെന്താ അസ്സലാമലൈക്കും. അപ്പൊ നമ്മളങ്ങട്ടാ പോണെന്ന് വിചാരിച്ചാൽ ഇപ്പില്ലട്ടോ. അപ്പൊ ഇന്ന് കാര്യമായിട്ട് പോണത് ഇന്നൊക്കെയുള്ള വീഡിയോ നാളേക്കാരം വരും. അപ്പൊ ഇന്നൊക്കെയുള്ള വീഡിയോ അപ്ലോഡ് ആക്കാൻ തറവാട്ടിക്ക് പോകണം. ഏകദേശം 1 മണിക്കൂറിന്റെ അത്ര വീഡിയോ ഉണ്ട്. താത്താരൊക്കെ 1 മണിക്കൂറിന്റെ അടുത്ത് വീഡിയോ ഉണ്ട്. അപ്പൊ നമ്മള് നോക്കിട്ട് 50% ആയിട്ട് ഓട്ടോറിക്ഷ 50% ആയിട്ട് പിന്നെ വീഡിയോ അവിടെ നിന്ന് നമുക്ക് മൈൻഡ് ഹൈറ്റൊക്കെ ആയതുകൊണ്ട് നമ്മള് മനസ്സങ്ങോട്ട് വീഡിയോക്ക് മാത്രം അങ്ങോട്ടാ അപ്പൊ വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടി തറവാട്ടൊക്കെ ഒന്ന് പോകണം. അപ്പൊ അതിനും വേണ്ടി പോവുകയാണ്. പിന്നെ തറവാട്ടൊക്കെ 2 ദിവസമായി പോയിട്ട് പോലും ഇന്നലെയൊക്കെ ലിഡേറ്റ് ഒക്കെ വന്നിട്ടോ. അപ്പം എല്ലാരും പാടെ ഒരുങ്ങി കെട്ടി ഇറങ്ങിയതാണ്. അപ്പൊ അതിലൊച്ച കേൾക്കുന്നുണ്ട്. പോയിട്ട് കാണല്ലേ, പോയിട്ട് ഇരുന്നിട്ടുള്ള വീഡിയോ എടുക്കണേ പല അച്ചിമ്പളിയൊക്കെ കേൾക്കും. കണ്ട് കൈ പൊടിച്ച് നോക്കിണ്ട് കുഞ്ഞിക്കുട്ടി അന്തപ്പെട്ട് നിക്കണ എങ്ങട്ടാ ബലി പോണത്? ഞങ്ങള് ടെന്റി കുത്തി നമ്മളതല്ല, ഇന്റെ ഒരു വേറെ ഇതില്ലാത്ത കുട്ടിയാണ്. എല്ലാരും കുട്ടി ആദ്യം എല്ലാരും പിന്നെ അത് മൂത്തന്റെ കുട്ടിയല്ലേ? മൂത്തന്റെ എന്റെ കുട്ടിയാണല്ലോ ഇനി. ഇന്ന് അടിച്ചിക്കണേ അപ്പൊ രക്ഷയ്ക്കായിരുന്നു പോണം. അവ പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. കുന്നെളുപ്പകാരം ഞമ്മളിപ്പോ വന്ന് കുട്ടികളൊക്കെ മേലെത്തിട്ടോ. അതേപോലെ പായാൻ വെച്ചെങ്കിലടാ ഓലൊക്കെ അവിടെ എത്തി. നമ്മളും പാഞ്ഞിട്ടില്ല ഇനി അങ്ങനെ പാഞ്ഞു. പായി തന്തയിക്കണ് ചൊക്കെ. പെണ്ണേരെ കെട്ടിട്ടില്ലല്ലേ? തന്റെയാണ് പറയല്ലേ. അയ്യോ അല്ലാ കാക്കനെ, ഞങ്ങളെ തൊട്ടുപൊന്നിനെ, ഞങ്ങളെ തൊട്ടുപൊന്നിനെ കാക്കിനെ എങ്ങനെ പോന്നത് നമ്മള്? ചോറുന്നാകട്ട ഒന്നങ്ങട്ട് ചോറുന്നാലേ വരുള്ളൂ. അയ്യോ ചേച്ചിയെ വെച്ചേക്ക് വാങ്ങി. ഇതുമ്മക്ക് വരാക്കാനാ കമ്മിമ്മക്ക് ചാടാക്കാനാ? ആ ചേട്ടൻ പോയിട്ടേ അങ്ങോട്ട് പോകുമ്പോൾ ആൾക്കാർ എടുത്തോണ്ട് പോവാ ലാൻഡ് ചെയ്യാ. പിന്നെ എടുക്കുക എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ. ഒക്കെ വാവന്റെ സഞ്ചരിച്ചല്ലേ. ഇല്ല ബജ്ജി എത്ര വീതി ഉണ്ട് ഇപ്പോ? ആ നമ്മളെ തറവാടിന്റെ കുറ്റിയതാ. അവിടെ എവിടെ കാട്ടില്? ഒരു ലോറി ഒരു കാറിനൊക്കെ ഈസി ആയി പോകാം. ഓല വണ്ടി ആണോ? അതാരാ? അനുവോ? അനുവല്ല, സാക്കിറോ? പുയ്യാപ്പിളെ കൊറേ ചെരുപ്പുണ്ടല്ലോ. ആരവിടെ? ചോറിന്
മഞ്ഞക്കാലം ചെയ്തിട്ടുണ്ട്. കുഞ്ഞാ അമ്മായിയെ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാനില്ല. ഞാനിപ്പോ എന്താ കൊറച്ചെടുത്തിക്കണ്. കൊയങ്ങി മോട്ടതായിന്റെ ഉള്ളില് ഇവിടെ എന്താ കണ്ണിനെറ്റിയേ? എന്തോ കാര്യായിട്ട് പറ്റി. തന്നെ എന്താണ് എവിടെയാ കണ്ടില്ലേ? എന്താ പറ്റിയേ? എന്താ പറ്റി അറിയില്ലേ? പെട്ടെന്ന് കണ്ണൊന്നും തുറക്കാൻ വയ്ക്കണില്ല, കണ്ണടഞ്ഞു. എട്ടുകാലി പാത്തി അവിടെ എന്തോ പൈത്തിക്കണ്. പൗത്തിക്കേ അതങ്ങനെയാണ്. ഞാൻ ഇപ്പൊ മരുന്ന് കുറ്റി ചിക്കുക. 8 കാലി ഇതൊന്നല്ല, എന്തോ അലർജിയാന്ന് പറഞ്ഞേ. പകരും. കണ്ണുകൊക്കിയാ പകരൂല. ഇല്ല കണ്ണുകൊക്കിയാ പകരൂല. കണ്ണുനീരായാലേ തൊട്ടിട്ട് ഇവനെങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പകരും. ഡോക്ടർ പറഞ്ഞോ? ഇല്ല നൊണച്ചാണ്. കാര്യം പകരും പറഞ്ഞു. അപ്പൊ എന്താ അസുഖത്തിന് പേരില്ല? അലർജി. എന്താ അലർജിന്റെ കാര്യം? എന്താ ചെറുതാവേ? ആ കണ്ണ് കുരങ്ങ. ആ കണ്ണ് തേങ്ങയാണ്. എന്ത് പറിച്ചോനെ പൂച്ചക്ക് തൊട്ടിണ്ടാക്കി കൊടുത്തിട്ട്. ഇതെന്താ മഴ കണ്ടോ? എപ്പോഴും ഓന് അടേനെ കളിച്ചാണെങ്കിൽ കുട്ടിയോടെ ഉറങ്ങിക്കോട്ടെ പറഞ്ഞത് കൊണ്ട് കളിക്കാ. കുട്ടിയാക്ക് വരെ ജാതി ഊഞ്ഞാലെ കെട്ടി കൊടുത്തണൂല. ഇപ്പൊ കണ്ട് ഉറങ്ങിക്കോട്ടെ. അല്ലാത്ത ജാതി അമ്മായി. എപ്പോഴും ഉറക്കാൻ പോണ്ടപ്പ ചെറുക്കാം. അതിനൊക്കെ നീച്ചോ നല്ല സുഖല്ലേ? അതല്ല, അതൊന്നും കുറച്ചു നേരം ഉറങ്ങി. അമ്മായി കണ്ട കണ്ണുണ്ടില്ലേ? എന്തേലും കല്ലെന്തേ ചാടി പിടിച്ച് തിരുമ്മിയാവ ചെയ്. അല്ല, ഇന്നലെ രാത്രിയാ തുടങ്ങിയത്. ഇങ്ങനെ എപ്പോഴും ഇതാക്കണ്ട കേട്ടോ, അങ്ങനെ ആക്കണ്ട. അലർജിയാന്ന് പറഞ്ഞ പ്ലേറ്റാണ് മറ്റേടാ വണ്ടിന്റെതാണ് ഇപ്പം പറഞ്ഞു. ഇങ്ങനെ ഇവിടെ കണ്ണ് സൂക്കേടിന്റെ ഇത് പറയാ. അവിടെ ഫ്രെയിമില് വീഡിയോ എടുക്കുകയാണ്. എന്ത് എന്താ മോണ്ട വെജ് മോണ്ട? ആ ഗ്ലാമർ കൂടിയിട്ടായതാടാ. കണ്ണട്ടിയതാ കരണ്ട്. കുരു ഉണ്ടായാലും ഉണ്ടാവും. അയിമ തന്നെ കുരു. കണ്ണില് കുരുണ്ടോ? നോണ അറിഞ്ഞിട്ടേ പൊറന്നു. അല്ല കുരു ഉണ്ടാവും. അതിന്റെ ഉള്ളില് നോക്കിയേച്ച് ഓല് മറ്റേ സാധനം എടുത്ത് ഞാൻ പറഞ്ഞു പൂച്ചന്റെ രോമം ഉണ്ടാവും, എനിക്ക് നല്ല ചാൻസ് ഉണ്ട് പറഞ്ഞു. അപ്പോല് മറ്റേ കൊറേ അതൊന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കൊറേ മറ്റേ സാധനങ്ങൾ എടുത്ത് നോക്കി, ലേസറും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോ അതിലൊന്നൊന്നുമില്ല. അതൊന്നുമില്ല. ഒരു പറഞ്ഞു അലർജിന്റെ ആവും, സാധനം പൊടിന്റെതും ഇതൊക്കെ തന്നെ ആവും പറഞ്ഞു. ചിലപ്പോ വണ്ടിമ്മ പോകുന്ന എന്തെങ്കിലും തട്ടിയാലും മതി. ഞാൻ നല്ല പറഞ്ഞു എങ്ങടെ പോയിനെ ജന്തുക്കളെങ്ങനെ തട്ടിയാണ് ചോദിച്ചപ്പോ അല്ല അതിന്റെ മുമ്പ് പെട്ടെന്ന് പോകും പറഞ്ഞു. ഒരു ദിവസം ഉണ്ടാവില്ല. പിന്നെ കണ്ണില് കണ്ണിങ്ങനെ അടഞ്ഞു വരില്ല പറഞ്ഞോല്. ഇജ് തിരുമ്മിട്ടാണ് അത് ചീർത്തതേ? തിരുമ്മിട്ടൊന്നുമില്ല. ഇല്ല, ഞാൻ ഇതിനെ തിരുമ്പളേ എന്റെ മറ്റേ കണ്ണിന് ഇതിന് കുറച്ച് വീക്കുള്ളൂ. മറ്റേ കണ്ടുകൊണ്ടല്ലോ അത്യാവശ്യം നല്ല വീക്കും. വീക്കല്ലേ നോക്കിട്ട് ചുമപ്പൊക്കെ രണ്ടില്ലേ. ഇത് രാവിലെ തൊട്ടേ ആയി മാന്തി കളിച്ചേക്കാരേ. ഞങ്ങള് വന്നിട്ട് തന്നെ ചത്രാട്ടാനെ കണ്ണ് തൊട്ടു. ഞാൻ കണ്ണിങ്ങനെ തിരുമ്പാനൊന്നും ഞാൻ നിന്നിട്ടില്ല. ഞാൻ അയ്യൊന്നും നിന്നിട്ടില്ല. എന്റെ കണ്ണിങ്ങനെ അറിയാം. വെള്ളമില്ല. അത് ഇത് ഞാൻ ഇപ്പൊ മരുന്ന് വെച്ചതാ, ഒരു പേസ്റ്റിന്റെ. അതും എല്ലായിടത്തും അറിയാം. കണ്ണ് തേക്കാനോ കുറവുണ്ടപ്പോ? പണി തേച്ചിട്ടുള്ളൂ. അല്ല രാത്രിയിലേറെ മാറ്റം തോന്നുന്നുണ്ടോന്ന്? ഇതേപോലെ തന്നെ ആണോ? കണ്ണിങ്ങനെ ഇത്ര ആ ഞാൻ മുന്നിന്ന് മാറിക്കോ. രാവിലെ ഇങ്ങനെ തന്നെ. ഇപ്പൊ വേദന ഇല്ല. ഇന്നലെ രാത്രി ഒരു കോഴി കച്ചവടം നടത്തിയാലോ എന്നുള്ള ചിന്തയിലാണ് മുട്ടക്കോയി.
ഉമ്മമാക്ക് എന്താ അഭിപ്രായം കോഴി മുട്ടക്കോഴി വളർത്തുന്നത്? തീറ്റ കൊടുക്കണല്ലേ? പിന്നെ ഈ ഇഞ്ചി തുളസി നീരും കഞ്ഞിക്കുക്കന്റെ അപ്പൊ ഇപ്പൊ കണ്ടിട്ടില്ലല്ലോ ഷെബീഖിന് കോഴിനെ വളർത്താൻ ഒരു ആഗ്രഹം അല്ലേ? എന്താ അതാ സോപ്പ് അടക്കം പോകും. നല്ല കാറ്റുണ്ട് ഇവിടെ. ആ മുന്നേ കഴിഞ്ഞോ? വെല്ല പോയി. ഞമ്മക്ക് കുറച്ച് പ്ലാനൊക്കെ മനസ്സിലുണ്ട്. നടക്കുമല്ലേന്നൊന്നും അറിയില്ല കേട്ടോ. കുറച്ച് കോഴിക്കളായിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. കുഞ്ഞു പരിപാടിയാട്ടോ, വലുതൊന്നല്ലേ, ബിസിനസ്സൊന്നല്ലേ. ആടി ഇങ്ങനെ മതി. ആ ഞമ്മളവിടെ പട്ടിയാളുണ്ടടി. ഇവരില്ല പട്ടിയാൾ മഞ്ഞാളൊക്കെ നല്ലതല്ലടാ. പട്ടിയാക്ക് അമ്മായി വലിച്ചാ ഇത് കിട്ടൂലേ കമ്പി? പട്ടി അവിടെ കൊറേ പട്ടികളുണ്ട്. അതിനപ്പുറമൊക്കെ നല്ലേ. പിന്നെ ഇതൊക്കെ ഒറ്റ നെറ്റായിട്ട് അങ്ങനെ പോയാൽ ഇതിങ്ങനെ ആക്കും. അമ്മായിക്ക് ഒരു ദിവസം എത്ര മുട്ട കിട്ടും? ഒരു ദിവസം ഒരു 4 ആളിടുമ്പോ 4 മുട്ടട്ടും. ഒരു വിചാരിച്ചു ഞങ്ങൾക്ക് കിട്ടല്ല. ആ ഷൂ എന്തിനറിയിക്കണേ നോക്കി വാതിലൊക്കെ ഉണ്ട്. കേറല്ല വാതില്. അതിനൊരാൾക്ക് അടുത്തൊക്കെ പോയാ ഒരു പായും അതിന്റെ ഉള്ളിക്ക് കാട്ട്. ഷിനു അതിന്റെ ഉള്ളിൽ ഇങ്ങോട്ട് എന്നിട്ട് പോലെ കണ്ടോ കൂടുണ്ട് ഇതില്. ആ പുള്ളികൾ കണ്ടോ? അത് മുട്ടക്കോയി 3 തരം ഉണ്ടാണ്. എങ്ങനത്തെ തരം? മറ്റേ വെള്ള കളറിലാണ്. നല്ല സെറ്റപ്പ് ആണല്ലോ. നനയണൊന്നുമില്ല. നോക്കാം ഷൂവിന്റെ ഉള്ളിലൊക്കെ തീറ്റ കൊടുക്ക്. അതിലും തീറ്റ അമ്മായിന്റെ പിരാന്ത്. രാവിലെ ആ മുട്ട എടുത്തിക്കണ്. അപ്പൊ ലാസ്റ്റ് ഒന്ന് എടുത്തിക്കണ്. കണ്ടോ ഈ ടയറിലൊക്കെ വെള്ളം വെച്ച് കൊടുക്കും. തീറ്റ അതില് ഇതൊക്കെ തീറ്റയാണ് ടയറില്. ഇതിപ്പോ ഉണ്ടാക്കാൻ എത്ര ദിവസം മെനക്കെട്ടിക്കണ്? ഒറ്റ ദിവസം ഞാൻ ഉണ്ടാക്കി. ഇമ്മ അടക്കൊന്ന് വന്നൊന്ന് പൊടിച്ചെന്നു. ബാക്കിയൊക്കെ ഞാൻ അടിപൊളി. പിന്നെ വേനൽക്ക് ഞാൻ വെള്ളം അടിച്ചു കൊടുക്കും കേട്ടോ. കൂടിന്റെ മേലെ ഉള്ളിലൊക്കെ വെള്ളം അടിച്ചു കൊടുക്കും. ചൂട് കാക്കും. ഇവർക്ക് പച്ചല നല്ല താല്പര്യം. ഇല എല്ലാം തിന്നു. നമ്മളവിടെ കുറുക്ക ശല്യം ഒക്കെ ഉണ്ടല്ലോ. ഒന്നും വരൂലല്ലേ ഇതിക്ക്? വരാക്കട്ടെ. പോക്കാൻ കഴിഞ്ഞിട്ട് പേടിയാ. തോർച്ചടിച്ച് അടിയിലും കെട്ടണ്ടേ? ഏതായാലും നല്ല ഐഡിയ. അതിലൊക്കെ ഉണ്ടല്ലേ നെറ്റ്? ഫുള്ള് നെറ്റല്ലേ? നെറ്റാണ്. മറച്ചും കൊടുത്തിട്ട് പെട്ടെന്ന് എന്തൊക്കെ കണ്ടുകാണ്ട് കേറി തട്ടി പറഞ്ഞ് കരയിട്ട്. ഇന്നിപ്പോ ഞാൻ ആ സീറ്റേ അവിടെ ഓലയൊക്കെ വെച്ചുകാണ്ട് മറ്റേത് ഒരിക്കൽ എന്താണ് അവിടെയൊക്കെ നനി. മറ്റേ ഞാൻ നനക്കാണി അവിടെ മഴ വരുന്ന മഴ പെയ്തോട്ടെ വെച്ചുകാണ്ട് ഉള്ളൊന്ന് നനഞ്ഞോട്ടെ വെച്ചുകാണ്ട് ഇവിടെ നനയില്ല. ഉണങ്ങിക്കുന്നുണ്ടല്ലേ. അന്തിക്ക് എന്തായിരുന്നോ ഈ നെറ്റ് ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ചുറ്റും നെറ്റും താത്തും ആ തുണിയും താത്തും. അപ്പൊ വല്ലാതെ കാണൂല. വെള്ളം മോട്ടർ അടിച്ചുമ്പോ അതൊക്കെ ആക്കി കൊടുക്കും. അതിലൊന്ന് വെള്ളാക്കിയ സെറ്റപ്പാണ്. പക്ഷെ പെരിച്ചായികളൊക്കെ കയറും ഇതിൽ കൂടി കൂടി കൂടെ. നല്ല കാറ്റുണ്ട് ഇങ്ങോട്ട്. റബ്ബർ തോട്ടാണ്. ഫുള്ള് കാട്. ഫുള്ള് കാറ്റ് നോക്കാം. എന്നിട്ട് കാറ്റിനൊക്കെ ആ വായ പോകും. ഈ വായ എപ്പോഴാണാവും. ആ കൂട് ഉണ്ടോ? ചെറിയ കൂട് ഒഴിവാക്കില്ലേ? അത് കൂട് നമ്മളതേ ഈ കൂട് ഒന്ന് പടി ഇവിടെ ഇതോരെ വിടുവോ? ഇത്തോരെ വിടാതെ അത് ചെറുതാണ്. പിന്നെ എല്ലാരും വിറ്റപ്പോ ഓനി അതിന്റെ ഉള്ളിക്കാണ്ടാക്കി. പുറത്തേക്ക് 3 കോഴിക്കളെ നമ്മളെ അങ്ങോട്ടും നിക്കണല്ലേ? എത്ര ഉണ്ട് ഇനി?
ഒക്കെ എപ്പോഴായാലും കേറിക്കോളി അങ്ങനെ കേറും. ഇത് കേറി ഇറങ്ങണ കാലേറ്റ്. അതാണ് ആ വെജാടെ മൂന്നിന്റെ വിറ്റിയെന്ന് ഇത് അവസരം എത്ര വട്ടം ഞാൻ കേറാൻ കാല് മാറാത്തേ. കാല് മാറാത്ത കാലിന് റെസ്റ്റ് ഇല്ലല്ലോ. റെസ്റ്റ് നോക്കി ഞാൻ കുത്തരുമ്പോ നിന്റെ മക്കള് പട്ടിണി അവിടെ. അതാണ് ആ കോഴി വളർത്തണെങ്കിലൊക്കെ അത്യാവശ്യം. പിന്നെ ഒരു മുണ്ടാപ്രാണി ഉണ്ടെങ്കിൽ ഇപ്പൊ കണ്ടോ, ഇപ്പൊ മുട്ടന്ന് രാവിലെ 4 അത് ഇന്നലെ ഇട്ടാണ്. ഇന്ന് ഇത് പൂച്ചാക്കും കൊടുക്കണ്ടാവും. അതാ ഓല് അറിയ ഞങ്ങൾക്ക് കിട്ടലില്ലാന്ന്. സത്യമാണോളെ ആർക്കാ കൊടുക്കല്? കുട്ടിയാക്കാണോ? ഇവർക്കിപ്പൊ ഞാൻ പോയിങ്ങോ കുറച്ച് മിഞ്ഞാന്നും കൂടി എനിക്ക് വീങ്ങ കിട്ടു. ഇന്ന് അന്നേലും കൂടി കൊടുത്തു. പിന്നെ ഒന്നും ഈ കുറ്റോക്കും കൊടുക്കും. ഞാനൊന്ന് തിന്നലുണ്ടോ? അമ്മായിന്റെ സങ്കടം ആരോട് പറയും? നിങ്ങള് കൊടുക്കണില്ല കൊടുക്കണില്ല അറിയാം. ഞാൻ തിന്നുണ്ടോ ആരെയും ചോദിച്ചോ? അല്ല ഇവര് പറഞ്ഞു ഓർക്ക് കൊടുക്കില്ല, ഓർക്ക് കൊടുക്കില്ല. അപ്പൊ ഞാൻ പറയും പൂച്ചാക്കാരം മുന്നിൽ കൊടുക്കല്. പൂച്ചത്തിന് രാവിലെ ഞാൻ പോയി പൊച്ചു അതാക്കണ അവിടെ അത് ഞാൻ കണ്ടു. അത് കണ്ടിട്ടാ ചോദിച്ചു. തിന്നിട്ടില്ല. അപ്പൊ ഓരൊക്കെ തിന്നുണ്ട്. ഞാൻ തിന്നിക്കണ അപ്പൊ മക്കളെ നോക്കരുത്. നമ്മള് തിന്നണം. നമ്മളാരാ നോക്കുക? നമ്മളെന്നെ ഉള്ളു നോക്കാം. അപ്പൊ ഓര് ചോദിച്ചണ്ടേ മങ്ങൾ തിന്നോന്ന് ഓര് ചോദിച്ചണ്ടേ? ഓര് ചോദിച്ചൂല. നമ്മള് തിന്നുക അതന്നെ. എനിക്കത് വയ്ക്കൂല. നമ്മള് അത്രയും ഓര് തിന്നാ അത് ഏറ്റവും വലിയ പൊട്ടത്തലാണ്. ഞാനും അതേ കണ്ടു. ഇപ്പൊ ഞാനും രസറിയുമ്പോ ഞാനും അങ്ങനെ ചെയ്യലാവരുത്. നമ്മള് പൊട്ടത്തതാണ്. ആരേലും പറഞ്ഞിക്കണോ? കുറാവ് പറഞ്ഞിക്കണോ? പെണ്ണുങ്ങളെ നിങ്ങൾ തിന്നാതെ ഭർത്താവിന് മാറ്റി വെക്കുക ആരേലും പറഞ്ഞിക്കണോ? ആരും പറഞ്ഞിട്ടില്ല. പറയുന്നത് ഒറ്റ നിങ്ങൾക്ക് ഒരു സാധനം തരരുത് എന്ന്. ഒരു സാധനം നിങ്ങൾക്ക് തിന്നാൻ തരുത്. ആദ്യം ഞങ്ങള് ഒരു തിന്നിട്ട്. വീഡിയോ കണ്ടില്ലേ? മീൻ പൊരിച്ചപ്പോ ഞമ്മക്ക് തലയും പാലും മാത്രം മതിയാണ്. മറ്റൊക്കെ ആണുങ്ങൾക്ക് നോട്ട് എന്താ ആണുങ്ങൾക്ക് മാത്രമുള്ള പള്ള പൊളിച്ചതല്ലേ സീരിയലൊന്നല്ല. ഇപ്പൊ ഇവിടുത്തെ നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഉമ്മാനോട് നിങ്ങൾ തിന്നിക്കണം ആ മുട്ട ചോദിച്ചിക്കണോ? ഞങ്ങള് നേരെ മുട്ടന്നില്ല അറിയോ? അതാണ് നോക്ക് പറയണേ. പൊരിച്ചാൻ കഴിച്ചില്ല. അനു വെള്ളം തിന്നു. അനുവിന്റെ കുഞ്ചി ഇമ്മമ്മ തിന്നു. ഒരു ദിവസം വന്നിട്ട് ഞാനും തിന്നു. നാളെ കിട്ടി എന്നത്തെ കാര്യം. അത് പുറത്തുനിന്ന് വാങ്ങിയ മുട്ട. നമ്മള് ലഡു അതില് കാണാം 4 മുട്ട അങ്ങനെ പൊങ്ങി വെച്ചത്. ബെൽക്ക് അന്നലെ തിന്നിട്ടുള്ളൂ. മിഞ്ഞാന്ന് എന്തിനാണ് ഇങ്ങനെ മുഖത്ത് നോക്കി നോണ അറിയില്ലേ? നിങ്ങൾക്ക് രണ്ടാം കിട്ടലില്ല. മമ്മ ഇവിടെ ഒരു ബേക്കറി പാത്രം ഉണ്ടെങ്കിലേ അത് ആരുടെക്കാരം? നിങ്ങൾക്ക് പറ്റൂല. ഇവിടെ ബേക്കറി ഇമ്മമ്മ അതല്ല ചോദ്യം. നിങ്ങൾ മുട്ട തിന്നലുണ്ടോന്നാണ് ചോദ്യം. മുട്ട തിന്നലുണ്ട്. മുട്ട തരുമ്പോ നമ്മള് തിന്നും. അതന്നെ ചോദിച്ചേ. ബേക്കറി പറ്റൂല. ഒരു കോഴി ഫാം കൂടെ തുടങ്ങിക്കണ്. മുട്ട ഇട്ടിട്ട് വേണ്ട പറഞ്ഞിട്ട്. കോഴി ഫാമിന് മുട്ടല്ല അറിയോ? ദിവസം ഒരു 10 ഒന്നും കോഴി ഇടൂല. ആയിക്കോട്ടെ കോഴിനെ വാങ്ങി കൊടുക്ക്. തീറ്റ വാങ്ങി കൊടുക്കണ്ടേ? അമ്മായി കാട്ടിൽ എന്താറിയോ മുട്ട വിറ്റുങ്ങാണ്ട് തീറ്റ ആ പൈസ പുറത്തുനിന്ന് മുട്ട എന്തൊക്കെ മറ്റേതില്ലേ മറ്റേ കോഴി ഫാമത്തെ കോഴിക്കളില്ലേ ഇത് നോർമലല്ലേ? കോഴി ഫാമത്തെ കോഴികൾക്ക് തീറ്റ ഉണ്ടാവില്ല അറിയോ? സത്യം. ആ പൈസ ആയിട്ട് മുട്ട വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കോഴിക്കൊക്കെ കൊതുക് അടിച്ചാക്ക കൊതുക് തിരി എവിടെന്നൊക്കെ കാണാം. പൂച്ചക്ക് തൊട്ടില് കൊതുക് തിരി കണ്ടീനോ? ഇല്ല. നോക്കിയോ എവിടെ ഉണ്ടാവും? ഉണ്ടോ? കൊതുകാൾക്ക് ചെല്ലുമ്പത്തിനാക്കും. എന്താ പിന്നെ അതറിയില്ല. മത്സ്യബാധ കാട്ടാനൊന്നും പോണില്ലല്ലോ. ആ സൈഡിൽ കൂടെ പോണു. ഈ കൊതുകുകൾ എല്ലാത്തിനും ശല്യാണേ. ഇപ്പൊ എന്റെ കച്ചൊക്കെ ഉണ്ടാവും. സാറിനത് വേക്കിലും ഇട്ടോ പുക പോണുണ്ടോ അവിടുന്ന് കൊതുക് തിരി? സാറിനെ കുട്ടി കടിച്ചിട്ടുണ്ട്. പൂച്ചക്കിരണേ ഇട്ടീനി ഇതാക്കണ്ട. ഇപ്പൊ ഞാൻ പുതിയ എടുത്താണേ ഒക്കെ തൊള്ളിക്കാ. അവിടേക്കേ ചെല്ലുള്ളൂ. എടി ചന്ന തേനീച്ചന്റെ അവിടെ ഇത്ര പോലെ പറ്റിയില് അവിടെ മറിഞ്ഞാലും ഒരു കാൽമേ ആകെ പൊതിയിൽ തന്നെ അവിടെ ഒരു ഇതുണ്ടോ കേട്ടോ.
ആ ചെറിയ കൂടാ കുത്തിപ്പൊളിച്ചാൽ അതിന്റെ മുതലുണ്ടാകും അവള് കാരണം അത് കുത്തിപ്പൊളിച്ചാത്ത അത് കുത്തിപ്പൊളിച്ചാണെങ്കിൽ എന്നെ കുത്തിപ്പൊളിച്ചേണ്ടിട്ടുണ്ടാവൂടാ. ആ പൂച്ചനെ കാട്ടണ്ട ഇങ്ങോട്ട് പോരി. ഒന്നും തിന്നിട്ടും കൂടി ഇല്ല. അതെന്താ മോന്റെ കമ്പി കൊണ്ടിട്ടോ യാത്ര ശക്തിയോ തലാണല്ലോ പോത്തെ പൊട്ടിച്ചത് കാണ്ട് ജിമ്മിന് പോയിട്ടേ മസിലുണ്ട് പൊട്ടിയത് എനിക്ക് പൊട്ടിക്കാ പോരെ. അതാർക്കും പൊട്ടിച്ച കൊണ്ടാ പൊട്ടിച്ചേരാ ഇത് പൊട്ടിച്ചെന്തേലും പൊട്ടിച്ച് പറയണത് ടൈം എങ്ങനെയുണ്ട് കേട്ടോ 10 പേര് ഉണ്ടോ ഞാനൊരു ഒറ്റ പഠിച്ചില്ലാണ്. 1 2 3 4 5 6 7 9 ആ ഒരു 4-5 വളക്കലും മഴ വളച്ചോ. വളച്ചിട്ടൊന്നുമില്ലേ ഞാൻ ഒരൊറ്റ കിട്ടലും കിട്ടിച്ചു. കുറച്ചാടി എന്ത് അത് പൊട്ടിച്ച് ഞാൻ വലിച്ചത് ഒരാളെന്താക്കി ഞാൻ പോവല്ലേ ഇതിന് ഇവിടെ ഒരു കെട്ടൂടെ കെട്ടിയോ വെച്ചല്ലോട് ശരി ഉറക്കം വന്നിക്കണ ഉറക്കം വന്ന് മൂത്രച്ച് അമ്മൂട്ടിട്ട് നീച്ചാണ് വല്യപ്പ. മറ്റേ ഡോക്ടർ കാണല്ലോ. മറ്റേ ഡോക്ടർ എന്റെ 90% ആവുള്ളൂ. ലോക്കാക്കി ഞാനും കടി. ഞാൻ 95 ലക്ഷം എങ്ങനെ എന്റേത് അങ്ങനെ ആക്കി തരൂണ്ടി. ഇതങ്ങനെ ആക്കി തരും. അതിന്റെയൊക്കെ ബാറ്ററി ഒക്കെ പറ്റാതായിക്കണേ. അതിന്റെ ബാറ്ററി മാറ്റണേ. ഇതിന്റെ ഇപ്പൊ ചാർജ് നിക്കണ്ടോ? പറ്റതാവുമ്പോ ഇല്ല കിട്ടുണ്ടോ? ആരും എടുക്കണില്ല. എടി അതിന്റെ ട്രൗസർ ഉണ്ട് അവിടെ ഊരിച്ചിക്കണ് പാത്തിച്ചാ മാടിയിട്ട്. ഇതാ ഇട്ടെടുത്താ നിങ്ങൾക്ക് ഇപ്പോഴും തല്ല് നിന്നില്ലേ? ആദ്യായിട്ട് പള്ളിയിലില്ലന്നല്ലേ ഉമ്മമ്മച്ച് മസാല ദോശ വാങ്ങി തിന്നീര്. അവിടെ തിന്നതും ഇല്ലല്ലോ അത്. ഇതാണ് പാട്ട് കറിഞ്ഞാണ്ട് ഒന്ന് കഴിച്ചുണ്ടായിരുന്നു. പോയി മരുന്നിന് പോയത് അവിടുത്തെ അവിടുന്ന് ബസ്സിനായിട്ട് പോയി. പിന്നെ ഹോട്ടലിൽ കയറിയാണ്ട് ഞാൻ പച്ചക്കറി ഉണ്ടാക്കുന്ന ഹോട്ടൽ വേറെ ഉണ്ട്. ആ ഹോട്ടലിൽ പോയി കണ്ട് മസാല ദോശ നമ്മൾ പീടിന്ന് തിന്നല എന്നല്ല നമ്മള് പെരയിൽ ഉണ്ടാക്കല. ഇനി തിന്നോക്കണോന്ന് ഇജ്ജ് തിന്നിക്കണോ? പേരിലുണ്ടാക്കിയാൽ ശരിയാവൂല. പേരിൽ നമ്മള് പച്ചക്കറിയൊക്കെ പഴം കൂട്ടി ഉണ്ടാക്കി ഉണ്ട് രസം ഉണ്ടാവും. ആദ്യമൊക്കെ ഉണ്ടാക്കിന് വലിയ ദോശ ഉണ്ടാക്കണം. നമ്മൾ പൊറാട്ടക്കല്ലില്ലേ പറ്റി കുറച്ച് സാമ്പാറൊക്കെ പഴം വെച്ച് കൊറേ കണ്ടങ്ങൾ. സാമ്പാറല്ല സാമ്പാർ പിന്നെ അതിന്റെ ഉള്ളിൽ മസാല ആണേ. ആ ദോശ ആണെങ്കിൽ അങ്ങനത്തെ ദോശ ഇട്ടുങ്ങാണ്ട് സാമ്പാർ മുക്കി കറിയാക്കി തിന്ന. നമ്മള് ബാജി കറി പോലെ ഉണ്ടാക്കിയാണ്ട് അതിന്റെ ഉള്ളിൽ നിറക്കണം. അമ്മായിക്ക് അറിയാം ബാജി ഉള്ളിയും കേങ്ങൊക്കെ വയറ്റിങ്ങാണ്ടേ അതിന്റെ മസാല ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കാം. ഇന്റെ അതിരിന്റെ കുട്ടി അല്ലാതെ ഒരു ബന്ധമല്ലേ. ഇത് താത്താന്റെ കുട്ടിയാണോ? അല്ലല്ലോ താത്താന്റെ കുട്ടിയല്ലോ. ആണുങ്ങളെ ഈ തറവാട്ടില് ഉണ്ടാവണുണ്ടോ? എനിക്ക് കണ്ണു സൂക്കറാണേ.
കണ്ണുസോക്കടൊന്നല്ലാതെ സുഖനല്ല അല്ല കണ്ണ് എങ്ങനെ ഒരു എന്നോട് പറഞ്ഞു എന്റെ കൈ കണ്ണുമ്പോ തൊട്ടിട്ട് വേറെ ആരെയും തൊടലി അറിഞ്ഞു. ഞങ്ങള് കാണാത്തൊരു ഇൻഫെക്ഷൻ ആണല്ലോ മോഡല്. ഇൻഫെക്ഷൻ അല്ല. ഇപ്പൊ എനിക്ക് തോന്നി നല്ല തിന്നാതെ ഞാൻ വർക്കൗട്ട് ചെയ്ത് ഛർദിച്ചേ. ഇപ്പൊ അതാണാവോ ആണോ? ചെയ്ത് ഛർദിച്ച് തല ഇറങ്ങി അവിടെ. എന്നിട്ട് അവിടെ കടന്ന് എടാ ഇത്ര ടൈം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചേരം റെസ്റ്റ് പോവാനേ. റെസ്റ്റ് ഉണ്ട്. ഇജ്ജ് വല്ലതും തിന്നലുണ്ട് എന്നിട്ട്? ഞാൻ ഫുള്ള് പച്ചക്കറി. ഇത്തിരി ചോറ് ഈ തടി പോയ തീ രസം ഉണ്ടാവില്ല കേട്ടാ, പറഞ്ഞുതരാം. ഒരു രസം ഉണ്ടാവില്ല. അത് സാരില്ല. എന്നാലും തടിയൊക്കെ പിന്നെയും വെക്കും. അതിന് ആള് വേണ്ടേ തടി വെക്കാന്? വർക്കൗട്ട് ചെയ്ത് പള്ളിയും കുറഞ്ഞു ആകെ പറ്റിയേക്കുന്നു. ഇപ്പൊ ഓനെ മുഖം നോക്കാൻ ഒരു തുടുക്കൊക്കെ ഇല്ലേനോ? ഓനും പോവുണ്ടോ? ഓനും വലുതുണ്ട്, ഓനും പോകുന്നുണ്ട്. ഇവലെ സൗന്ദര്യം മുന്ന എന്റെ ലേറ്റ് ആയി പൊട്ടിച്ചത്. നമ്മളെ വണ്ടി കയറുമ്പോ നമ്മളെ വണ്ടി ഭാഗം ചെളുങ്ങും. തടി കുറച്ചത് നമ്മളെ എന്താണ് തടിയില്ലേ? പൂവാണോ ഞങ്ങൾ ഇനി ഇവിടെ ചോക്ലേറ്റിംഗ് കമ്പനി തുടങ്ങാൻ പോവാണ്. ചോക്ലേറ്റിംഗ് കമ്പനി. പക്ഷെ ഇത് രസല്ലടാ, ഇത് രസല്ല. ഇത് മത കൊക്ക വന്നത് നമ്മളതല്ലാതായി. ഇത് വയ്യാണ്, വയ്യിലാണ് കൊണ്ടുപോയിട്ടുണ്ട്. അത് വയ്യ, പൊതുവഴിയാണ്, പൊതു സാധനമാണ്. പൊതുവയ്യോ? അത് കാണുന്നുണ്ടല്ലോ. താഴത്തെ പെരക്കാർക്ക് ഒന്ന് പറിക്കാം, അവിടുത്തെ ആൾക്കാർക്ക് ഒന്ന് പറിക്കാം. കാരണം ഇത് അങ്ങനെയാ മയ്യ. ഇത് നമ്മളെ ദീപെട്ട സ്ഥലല്ല, ഈ പരിപ്പെട്ട സ്ഥലം. ഓലൊക്കെ പണ്ട് ഇതിലൊരു നടവജുണ്ട്. ആധാരത്തിൽ ഇവിടെ അതല്ല ആധാരം. അടിയൊന്നും അത്ര വലിപ്പം അറിയില്ല. അത്ര അടി പൊതുവഴിയാണ്. അതന്നെ. എവിടെ വരുള്ളൂ നടവയ്യ്? നമ്മൾ ഒഴിച്ചിട്ടു. അതിനാലും വല്ല നമ്മള് വല്ല ഉണ്ടായി കഴിഞ്ഞാ പിന്നെ ചൊറയാളെ പിന്നെ പൊടിച്ചണ്ടി വന്നു. അതിന്റെ നേരെ അപ്പുറത്തെ ഉണ്ടായോ? അത് കേടാണ്. ആ കരിയപ്പിന്റെ കരിയപ്പൻ തേച്ചിട്ടാ. അതല്ല അപ്പുറത്ത്. എടാ നിക്കണടാ, വടി അടിച്ചാൽ മാങ്ങല്ല. അതിമ ഒരാൾ തൂങ്ങിയാ പോലും അങ്ങനെ കിട്ടൂല. തിരിച്ചെടുക്കണേ. ടേസ്റ്റ് കമ്മിയാണ്, മൂപ്പ് കുറവാണ് ഇതിലെ. കത്തി ഉണ്ട്, വാ കത്തി. യോ ശക്തിമാൻ. കായമ്പില്ലടാ. ഈ മോട്ടന്റെ ഒപ്പം നടന്ന ചെക്കനും നാസായോ പഠിച്ചോനെ. ഞമ്മളെ കൊറേ നിർബന്ധിച്ചിനെ. നിന്റെ ഒപ്പല്ല, ഞാൻ റിസ്വാന് മാത്രമേ ഉള്ളൂ. അതിന് ഇവനെ അതിന് തടി പറയാനല്ല, മോൻ ബോഡി ഉണ്ടാക്കാനോ. മീഡിയം ബോഡി ഉണ്ടാവും വർക്കൗട്ടിനെന്നാ. വർക്കൗട്ട് ചെയ്ത് നല്ലോണം തിന്നു. ബോഡി ഉണ്ടാവണ രസം. എനിക്ക് സാരല്ല. നല്ല ചൊറുക്ക് പോയി. ഇജൊന്ന് നല്ല ചൊറുക്ക് വെച്ച് നല്ല രസമായി പോയി. അത് എനിക്ക് വേണ്ട, ചൊറുക്കല്ലേ. പണ്ടൊക്കെ ആ വീഡിയോ അല്ലേ എന്നാ മതിയായി പോട്ടോ അല്ലേ? നല്ല കുട്ടിയൊക്കെ കൊടുത്താടാ. പോണ്ടേ? അതായിട്ടില്ലല്ലോ. എവിടെ അങ്ങനെ മാത്രല്ല പിതാന്തിയ. അവിടെ ഒന്നൊക്കെ തിന്നാ
ആരും അറിയില്ല ഉമ്മ ഒന്നും അറിയില്ല തിന്നോ ആണെങ്കിൽ തിന്നോ ഒന്ന് പറയാനാണ് ഒരു മാസം പാടായ അനോ ഇതാ അനോ ഇതോ കൊടുത്തു സിനിയോ ഒന്ന് വാരാൻ കൊടുത്ത ചേർന്ന ഞാൻ കൊടുക്കാം അത് നല്ലല്ലേ ഒരു സിംഗിൾ പോയിട്ടില്ല ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഒരു സിംഗിൾ പോവുകയാണ് രസമുണ്ടോ? എനക്ക് ആവശ്യം വരും അയച്ചു കൊടുക്കാന് സിംഗിള് അതാ പോണു ആ സ്ഥലം വാങ്ങി അതല്ലോത്ത് സ്ഥലം വാങ്ങിക്കൊണ്ടാണ് നല്ല കിട്ടില്ല ടീകള് ഇപ്പൊ കാര്യം പോരാർന്ന് നാളെ പോക എന്നാ പോയിട്ടാ മയമ്മ പോട്ടെ ആ പൂച്ച അല്പം വരാൻ നിക്ക പോയി മോട്ടകള് പോയിട്ടാ എന്റെ അയച്ചു കൊടുക്കണ്ടേ കയറ്റത്ത് കറക്കത്ത് നിൽക്കുമ്പോ ഉടൽ ഇങ്ങനെയൊക്കെ നെയിലും കാര്യൊക്കെ കഴിഞ്ഞപ്പോൾ ഷെഫീഖിന്റെ സിംഗിൾ ഫോട്ടോ എടുക്കണം ബഹുമാന ക്യാമറമാൻ മോണ്ടനോടൊപ്പം യോ 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 ഓനെ കളിയാ എങ്ങനെയുണ്ട് വേഗത്ത് ഓനാര കളിയാ മാറാൻ പറയണ്ടേ രസമുണ്ട് അത് കളഞ്ഞാ മതി അതെന്താ ഷീറ്റിന്റെ കളറല്ലേ അത് ഞാനു കണ്ണട്ടാക്കാനാ തോന്നുന്നു ബേക്കിൽ നോക്കിക്കോ ഗ്ലാമർ നഷ്ടപ്പെടാ പോയിട്ടമ്മ പോയിന്നാ അസ്സലാമലൈക്കും അല്ലാ മോള് സലാവർക്ക് അങ്ങനെ ഇന്നത്തെ വീഡിയോ അതിന്റെ പാക്കാണ് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും അസ്സലാമലൈക്കും ഷെഫീഖേ അസ്സലാമലൈക്കും